കാപ്പ കേസിൽ പ്രതിയായ തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. കൗൺസിലർ സുഗതൻ ദൈവനാമത്തിൽ വിയ്യൂർ ജയിലിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. മുനിസിപ്പൽ കോർപ്പറേഷനിലെ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വാസ്യതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരൻ. തിരുവനന്തപുരം മേയർ വി രാജേഷാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. വിയ്യൂർ ജയിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേകമായി കൗതുകരമായ ഒരു ചടങ്ങ്, അതേസമയം നിയമപരമായും ഉള്ള ഒരു ചടങ്ങ് നടന്നത്. MS ലിഷോയിയാണ് വിവരങ്ങളുമായി ചെന്നത്. ലിഷോയി, ഈ ചടങ്ങ് വളരെ വേഗത്തിൽ പൂർത്തിയായി. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ ഉയർന്നു വന്ന ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട ഭീഷണിയൊക്കെ മറികടക്കാൻ BJPക്ക് തൽക്കാലത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചടങ്ങിന് ശേഷം മേയർ അടക്കം എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്? ഈ ചടങ്ങ് ഏത് നിലയിലാണ് അവിടെ ക്രമീകരിച്ചിരുന്നത്? ചടങ്ങ് ഈ ജയിലിനകത്തുള്ള ലൈബ്രറി ഹാളിലായിരുന്നു നടന്നിരുന്നത്. 3 പേർക്ക് മാത്രം ഇരിക്കാവുന്ന ഒരു വേദിയും അതിനൊപ്പം തന്നെ വെറും 5 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങും അതായിരുന്നു ഈ ജയിലിനകത്ത് നടന്നത്. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഏറ്റുചൊല്ലി സുഗതനും 5 മിനിറ്റ് കൊണ്ട് തന്നെ സുഗതൻ തിരികെ ജയിലിനകത്തേക്ക് തന്നെ പോവുകയും ചെയ്തു. നേരത്തെ ഈ ദൈവങ്ങളുടെ ദേവീദേവന്മാരുടെയും അതുപോലെ തന്നെ വ്യക്തികളുടെയും ഒക്കെ തന്നെ പേരിലായി സത്യപ്രതിജ്ഞ ചെയ്തത് അത് റദ്ദാക്കിക്കൊണ്ട് കോടതി ഉത്തരവ് വരികയായിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റെല്ലാ കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സുഗതന് മാത്രം സത്യപ്രതിജ്ഞ ചെയ്യാനായി കഴിഞ്ഞിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെന്ന് കാട്ടിയുള്ള ഹർജിയിൽ ഹൈക്കോടതിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഉള്ള ഉത്തരവ് ഇറക്കിയത്. എന്തായാലും ചടങ്ങ് പൂർണ്ണമായും പൂർത്തിയായതിനു ശേഷം വി രാജേഷ് ഉൾപ്പെടെയുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും എത്തിയ കൗൺസിലർമാരും അതുപോലെ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ മടങ്ങി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മേയർ ഇതിനുശേഷം പ്രതികരിച്ചത് ഈ സുഗതൻ അവിടെ ഇല്ല എങ്കിൽ പോലും സുഗതൻ്റെ വാർഡിലെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ വിഷയങ്ങളും ഒന്നും തന്നെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് മാറില്ല. അതെല്ലാം തന്നെ താൻ നോക്കി നേരിട്ട് അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനെ പ്രതിപക്ഷം വളരെ അതായത് ഇത് ഏറ്റവും വലിയ അപമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങായിക്കൊണ്ടാണ് ഈ ഒരു ചടങ്ങിനെ പ്രതിപക്ഷം നോക്കിക്കണ്ടിരുന്നത്. ആ ഒരു കാര്യത്തെ ഈ മേയർ ഉൾപ്പെടെയുള്ളവർ തള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാവുകയും ചെയ്തു. ഇനിയിപ്പോൾ സുഗതൻ എങ്ങനെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അക്കാര്യങ്ങളാണ് ഇനിയിപ്പോൾ വ്യക്തത വരേണ്ടത്. അതിനും നിയമ നടപടികൾ അല്ലെങ്കിൽ നിയമ പോരാട്ടം വേണ്ടിവരുമെന്നുള്ളത് തന്നെയാണ് മേയർ വി രാജേഷ് വ്യക്തമാക്കിയത്. കാപ്പ കേസിലെ പ്രതിയായ തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലറുടെ സത്യപ്രതിജ്ഞയാണ് വിയ്യൂർ ജയിലിൽ നടന്നത്. തൽക്കാലത്തേക്ക് ഭീഷണി ഒഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് മേയർ ഉൾപ്പെടെയുള്ളവർക്ക് MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.